ഹായ്. നമ്മളിന്നൊരു യാത്ര പോകുന്നേ. അപ്പോൾ സിസ് ബ്രോ എന്ന ചാനലിലെ സിസും ടീമും വരുന്നുണ്ട്. അപ്പോൾ ബ്രോയും ടീം ഇവിടുന്ന് പുറപ്പെടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഇവരിപ്പോൾ ഇവിടെ എത്തി. കണ്ണാടിപ്പറമ്പിലാണ് ഇവരെ വീട്. മുന്നേ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ് ബ്രോ, എങ്ങനെയാണ് സിസ് ബ്രോ എന്ന പേര് വന്നത് എന്നുള്ള കാര്യം. അപ്പം എൻ്റെ ആപ്പൻ്റെ മോള് ഞാനും കൂടി മുമ്പേ ഉണ്ടാക്കിയ ഒരു ചാനലായത്. വായനശാലകളെക്കുറിച്ച് ഡോക്യുമെൻ്ററി ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെല്ലോ കാരണം കൊണ്ട് അതവിടെ പകുതിക്കായിപ്പോയി. അവരിപ്പോൾ ഇവിടെ എത്തി. ആ കാറിൽ ആഷ്ലി എല്ലാം കയറി പോയിട്ടുണ്ട്. ആഷ്ലിയും ജിഷ്ണി ആ കാർ കയറി. നമ്മൾ സ്കൂട്ടിയിൽ പോക്കാന്ന്. ഇപ്പം നമ്മൾ ശ്രീകണ്ഠാപുരത്തി. ശ്രീകണ്ഠാപുരം പാലം ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ചെമ്പേരി എത്തി. ചെമ്പേരി ടൗണ് കഴിഞ്ഞു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളിപ്പോൾ പാലക്കയത്തിൻ്റെ താഴെ ഭാഗത്തെത്തി. ഇനി കുന്ന് കയറി പോകണം. ആ കുന്ന് കയറി പോക്കാം. നമ്മൾ ഏകദേശം കുറേ കുന്ന് കയറിയതിന് ശേഷം നല്ലൊരു കാഴ്ച കണ്ടിട്ട് വണ്ടി സൈഡാക്കിയിട്ടാണുള്ളത്. നല്ല രസമുണ്ട്. താഴോട്ടേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. നല്ല കാറ്റും വീശുന്നുണ്ട്, തണുത്ത കാറ്റും വീശുന്നുണ്ട്. താഴോട്ട് കുറേ റോഡിലോട്ട് വണ്ടിയെല്ലാം പോകുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഫോണിലൂടെ ശരിക്കും കൃത്യമായിട്ട് അത് കാണുന്നില്ല. നമ്മളങ്ങനെ പാർക്കിംഗ് ഏരിയയിലെത്തി. 20 റുപ്യാണ് 2 വീലറിന് ചാർജ്. നമ്മൾ സ്കൂട്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കാട്ടിനിങ്ങനെ സെൽഫിയെല്ലാം എടുത്ത് കളിക്കലാണ്. ഇല്ല അല്ല, അത് അങ്ങനെ നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട്. പാലക്കാട് നാട്ടിലെത്തി. ആ കാണുന്നില്ലേ ഇത് വീട് കാണുന്നില്ല. വണ്ടിയില് നല്ല കാറ്റുണ്ട്. അല്ലാതെ നീ നോക്കിയോ ജിഷ്ണ? നമ്മളെ ചാനലിന്റെ പകുതി, അതായത് സിസ് ബ്രോന്റെ സിസ്സാണ് ഈ കാണുന്നത്. സിസും ടീമും ബ്രൗൺ ടീമും. അങ്ങനെ നമ്മളിപ്പോ പാലക്കയത്തിൻ്റെ കവാടത്തിന്റെ മുന്നിലാണുള്ളത്. ഒരാളായിട്ട് അങ്ങനെ കയറി പോകുന്നുണ്ട്. അളയമ്മയും കയറി അങ്ങനെ പോകുന്നുണ്ട്. അവരൊന്നിച്ച് ജിഷ്ണേൻ്റെ വൈഷ്ണവിൻ്റെ ഒന്നിച്ച്. ടിക്കറ്റിൻ്റെ ഒരു പട്ടിക നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അളിയനിരുന്ന് ടിക്കറ്റ് എടുക്കുമെന്ന്. ഇവിടെ വെള്ളവും ചെറിയ സാധനങ്ങളിലും വന്ന ഒരു പേടിയുണ്ട്. എല്ലാവരും നടന്ന് പോകുന്നു. പൊന്നു മാൻ്റെപ്പരം തന്നെ ആയിപ്പോയി ഓടിപ്പോകുന്നുണ്ട്. മൊത്തം പാറയാണ് ആദ്യം. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. എല്ലാവരും വരിയായിട്ട് മേലേക്ക് നടന്നു പോകുന്നു. ഇങ്ങനെ മേലേക്ക് പോയെന്നോറും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 അടി മേലെയാണ് പാലക്കയംതട്ട് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ നടുവിൽ പഞ്ചായത്തിലാണ് പാലക്കയംതട്ട് സ്ഥിതി ചെയ്യുന്നത്. മേലേന്ന് താഴോട്ടേക്ക് നോക്കുമ്പോൾ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്. കുറേ മലകളിങ്ങനെ മടക്കായിട്ട് നമ്മൾ ചിത്രത്തിലെല്ലാം കാണുന്ന പോലെ, ചിത്രം വരച്ച പോലെയുള്ളൊരു സംഗതി പോലെ നല്ല രസമുണ്ട് കാണാൻ. ഇനി ഇവിടുന്ന് മുകളിലേക്ക് ഇങ്ങനെ കയറി പോക്കാന്ന്. ഇങ്ങനെ ഓരോ തട്ടായ സ്ഥലത്തും പിന്നെ കാഴ്ചകൾ വ്യത്യസ്തമായ രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ നേരത്തെ നിന്നതിനെക്കാട്ടും കുറേയും കൂടി മേലെത്തി. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും പിന്നെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യമെല്ലാം ഉണ്ട്. നടന്ന് തളരുമ്പോൾ ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യമുണ്ട്. ടീമെല്ലാം നടന്നിങ്ങനെ വരുന്നുണ്ട് നമ്മളെ. ഇങ്ങേ ഭാഗത്ത് നിന്ന് വരുന്നവർക്കുള്ള ടിക്കറ്റ് കണ്ടിരുന്നത്. താഴ്ന്ന ആൾക്കാർ കയറ്റി വരുന്ന ജീപ്പാണിത്. അതിൻ്റെ ലിസ്റ്റാണ് നമ്മൾ കണ്ടത്. 500. നമ്മൾ കുറേ താഴോട്ടേക്ക് വന്നത്. ഇത് ഓഫ് റോഡ്. അപ്പോൾ ഇപ്പുറത്തെ താഴോട്ട ജീപ്പ് കയറി വരും. അതിൻ്റെ നേരത്തെ ലിസ്റ്റാണ് നടക്കേണ്ടത്. പിന്നെ വെയിറ്റിംഗ് അടക്കം 500 റുപ്യ. അവിടെ നമ്മൾ നേരത്തെ ഒരു ജീപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അടച്ചുപൂട്ടിക്കൊണ്ട് തന്നെ നല്ല കാട് കയറി മൂടിച്ചാണുള്ളത്. ഇവിടെ ഒരുപാട് റൈഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം പിന്നെ ഇത് പൂട്ടി ഇട്ടുകൊണ്ട് തന്നെ ഇതെല്ലാം നശിച്ച് പോയിട്ടാണുള്ളത്. അത് വെച്ചാൽ ഇനി പുതിയ ടെൻഡർ ക്ഷണിച്ച് അതിന് ശേഷം പിന്നെ ടെൻഡർ എടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിലാക്കാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. ഇതൊരു സ്വകാര്യ വ്യക്തി നടത്തിയതായിരുന്നു. അപ്പോൾ അവരെ ടെൻഡർ കാലാവധി കഴിഞ്ഞ് അങ്ങനെ അടച്ചു പൂട്ടിയ അവസ്ഥയിലാണ് ഉള്ളത്. 1.5 കൊല്ലമായി ഇത് അടച്ചു പൂട്ടിയിട്ട് നിന്നാണ് പിന്നെ വിവരം കിട്ടിയത്. ഇവിടെ എന്തെല്ലോ വിൽക്കുന്നതായിരുന്നു. നല്ല കടയെല്ലാം പൂട്ടിയിട്ടാണ് ഉള്ളത്. മുഖം മൂടി കളിപ്പാട്ടങ്ങളെല്ലാം കാണുന്നുണ്ട്. അതായത് ഇറങ്ങി അങ്ങ് പോകുന്നു. നമ്മുടെ ടീമെല്ലാം അങ്ങ് കുറേ ആൾ മുന്നിലെത്തി. അളിയനും പങ്ങളും ബേക്കിലാണുള്ളത്. ഇവിടെ സ്റ്റേ ചെയ്യേണ്ട സംവിധാനം ഉണ്ടായിരുന്നു ടെൻഡെല്ലാം. പക്ഷെ അതെല്ലാം മൊത്തം നശിച്ചിട്ടുള്ളത്. ഇനി പുതിയ ടെൻഡർ വിളിച്ച് ഏറ്റെടുത്തവർ ഇതെല്ലാം ഒന്നും കൂടി നല്ല വൃത്തിക്ക് ചെയ്താൽ നല്ല രീതിയിലുള്ള ആൾക്കാരുടെ സഞ്ചാരികളായിട്ട് വരും. നല്ല വൈബുണ്ട്. അത് നോക്കിയിരിക്കലാണ്. നാളെ ലൈറ്റിങ്ങനെ കാണുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ച. കുറച്ചും കൂടി ഇരുട്ടായാൽ ലൈറ്റ് മാത്രമേ കാണുള്ളൂ. അതിൻ്റെ ഇടക്കൂട്ട് കുറേ വണ്ടിയെല്ലാം പോകുന്നു. ലൈറ്റ് മാത്രം കാണുന്നുണ്ട്. അങ്ങനെ നമ്മളിന്ന് പുറപ്പെടാൻ നോക്കുവന്ന്. വണ്ടി വന്നിട്ടുണ്ട്. ഓരോരാളും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കലാണ്. ചോട്ടം വരുന്നുണ്ട്. അവളിങ്ങനെ കുന്നിറങ്ങി പോക്കാന്ന്. ഇവരെ കണ്ടു. നമ്മളിപ്പോൾ താഴെ എത്തി. ആ മുകളിൽ ആ ലൈറ്റ് കാണുന്നിടക്കുന്ന നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മളിപ്പോൾ ചെമ്പേരിയെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ റോഡ് മുതൽ വലിയൊരു പെരുപ്പാമ്പ് കണ്ട്. വലിയ നല്ല വണ്ണമുണ്ട്. അപ്പോൾ വേറെ വണ്ടി സിഗ്നൽ തന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടാണ്. അടിച്ചും പെരുത്തേനു. അങ്ങനെ കാർ കൂടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ നിലവിൽ അട്ടയാറിലെത്തി. അങ്ങനെ നമ്മളെ വീട്ടിൽ തിരിച്ചെത്തി. ബാക്കി ആശി പറയാശി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.
ബാക്കി പറഞ്ഞ് തീർക്കലാന്ന്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തോന്ന്. ഓക്കെ.